ഗൈസ്, എല്ലാവർക്കും ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ രാമായണ മാസാരംഭമാണ്. അതായത് നമ്മുടെ കർക്കിടകം 1-ാം തീയതിയാണ്. നമ്മളപ്പം ഇന്ന് മാരിയമ്മൻ ടെമ്പിളിൽ തൊഴാൻ വേണ്ടി പോവാണ്, അല്ലേ മമ്മേ? അപ്പം നമ്മുടെ വാനമ്പാടി ബസ് കിടപ്പുണ്ട്. ബസ് കിടക്കുന്ന ചെളി കുഴിയിലാണ്. അപ്പോൾ ഈ ചെളി ചവിട്ടി വേണം നമുക്ക് പോകാൻ. ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഓ, ശൂന്യമായ ബസ്സോ. നമ്മൾ ബസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊരു മോസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഒന്ന് കിടക്കാം, ഇരിക്കാം, നീങ്ങാം, നിരങ്ങാം, എന്നാ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് നമ്മളെന്നാ അമ്പലത്തിൽ പോകണം കേട്ടോ. എന്തോ മാരിയമ്മ നമ്മളെ കാണാൻ വേണ്ടി വിളിച്ച പോലെയൊക്കെ തോന്നി. അപ്പം പിന്നെ ഒരു ഉൾവിളി ഉണ്ടായിട്ട് നമ്മൾ തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങോട്ട്. അപ്പം മാരിയമ്മൻ ടെമ്പിളിൻ്റെ തൊട്ട് താഴെ അടിപൊളിയാ ഗൈസ്, അല്ലേ? മോസ്റ്റ് അല്ലേ? അവിടെ അന്ന് പോയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് ഓർത്തായിരുന്നു ഗൈസ്. അപ്പൊ ടുഡേ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് അപ്പൊ നമ്മളോട് കൂട്ടുള്ള നമ്മുടെ കണ്ടക്ടറാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് എന്നാ ചൊറിയുന്നുണ്ടോ? ഹലോ, എന്താ അല്ലേ? അപ്പൊ നമ്മളിനി എന്ത് ചെയ്യാണ്, മാരിയമ്മൻ ടെമ്പിളിലേക്ക് പോവാണ് നേരെ. അപ്പൊ അതിന്റെ താഴത്തെ വ്യൂകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഷോർട്ട് കട്ട് എവിടെയാ ഇരിക്കുന്നില്ലേ? നിക്കാനുള്ള ഗായ്സ്, ഹലോ ഹലോ ഹലോ. എന്റെ ദൈവമേ, പിന്നെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റാണ്. തല കഴിച്ചിട്ടൊന്ന് ഉണങ്ങണ്ടേ? ഫാനിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ കാണിച്ചോട്ട് നിക്കണ്ടേ? ഉണങ്ങണ്ടേ? അതെ, അതാണ് പ്രശ്നം. അതെ, അമ്മയാണ് മടിയൻ. ആ, എവിടെ ഇരുന്നോ ഗായ്സ്. അപ്പൊ നമ്മളിത് ബസ്സിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്, ചില്ലടിച്ച് അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പൊ നമ്മുടെ ബസ്സല്ലല്ലോ, അമ്പലം 12:30 വരെ ഉണ്ട്. പിന്നെ നമ്മളെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം അറിയില്ലേ, അവിടെ എല്ലാ 1-ാം തീയതിയിലും, എല്ലാ 1-ാം തീയതിയിലല്ലേ മമ്മേ? എല്ലാ 1-ാം തീയതിയിലും നമുക്ക് അമ്പലത്തിൽ ഫുഡ് ഉണ്ട്. നമ്മൾ അവിടെ 2-3 പ്രാവശ്യം ഭക്ഷണം കഴിച്ച വ്ളോഗും വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗായ്സ് വയറിന്റെ സൈസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളങ്ങനെ വൈബ് അടിച്ച് ബസ്സിൽ നിന്ന് പോവാണ് ഗായ്സ്. അപ്പൊ എന്താ മമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതത്ര പോയോ? സത്യം പറഞ്ഞ ഗായ്സ്, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, ഇല്ലേ മമ്മ? ഇല്ലേ? വീട്ടിൽ തന്നെ ഞങ്ങൾ അമ്മച്ചിനോട് പറഞ്ഞ രാവിലെ മഴ പെയ്തു. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു. ഇന്ന് രാവിലെ മഴ പെയ്തപ്പോഴേക്കും അമ്മച്ചിക്ക് അമ്പലത്തിൽ വരാൻ മടിയായി. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, എനിക്ക് കാലൊക്കെ വലിച്ചു വിട്ടോ പിള്ളേരെ, ഞാനില്ല. അത് അമ്മച്ചി പറഞ്ഞപ്പോഴേ തോന്നി എനിക്ക് മടിയായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങള് എന്നെ മാത്രമല്ല, അമ്മച്ചിക്ക് കുറെ നടക്കാൻ ഇച്ചിരി ഉണ്ട്. അമ്മച്ചിക്ക് വയ്യ, പക്ഷെ അമ്മച്ചിക്ക് വീടിന് ചുറ്റും അടിച്ച് വാരി നടക്കാൻ പറ്റും, കുനിഞ്ഞു. അതിന് കുഴപ്പമില്ല കേട്ടോ. ഒരു 2 സ്റ്റെപ്പ് അമ്പലത്തിന്റെ അങ്ങോട്ട് നടക്കാൻ അമ്മച്ചിക്ക് പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെ വഴക്ക് കേൾക്കും. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, 2 കൽപ്പിച്ച് ഞങ്ങൾ നിന്നു കേട്ടോ. അപ്പം നമ്മളെന്താ പറഞ്ഞേ, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. ബോറിംഗ് മാത്രമല്ല, കുറേ ചിന്തകൾ കാരണം തലയ്ക്ക് ആകെ ഒരു എന്താ പറയാ, ഭ്രാന്ത് പിടിച്ച പോലെ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങുവാണെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇപ്പോൾ ബസ്സിലിരിക്കുവാണെങ്കിൽ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ എന്താ പറയാ, പാട്ട് കേൾക്കാം. അങ്ങനെ പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അല്ലേ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ചടച്ചെന്നൊക്കെ പറയല്ലേ, അതേപോലെ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന ഭയങ്കര ഒരു റിലീഫ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പുറത്തിറങ്ങി അലഞ്ഞ് മടുക്കാന്ന് ഓർത്തു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരലച്ചിലുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്താ അലഞ്ഞ് ചാവാമെന്ന് ഓർത്താണ് ഇറങ്ങി. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അല്പസമയം, അതായത് 1 മണിക്കൂർ വേണം നമുക്ക് ഈ റൂട്ട് പോകുമ്പോൾ ബത്തേരിക്ക് എത്താനേ. അപ്പം 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മളിനി അവിടെ എത്തിക്കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺ ദ വേ പോകാം.
ഗായ്സ് അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മള് നമ്മുടെ യാത്രയിലേക്ക്. അപ്പം നമ്മളിനി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് ഇവിടെ കോടതി എന്നാ പറയുക. ഇവിടെ അടുത്ത് കോടതി ഉണ്ട്. ഇനി കോടതി എവിടെയാ? താഴെയാ? ഇവിടെ കോടതി എന്നാ പറയുക. പിന്നെ ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ മാരിയമ്മൻ ടെമ്പിൾ ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ടെമ്പിളിൻ്റെ അടുത്തേക്ക് നടക്കാം. മുടി മോസ്റ്റായിട്ട് ഗായ്സ് വളർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ കാണാൻ ശിവനെ പോലെ മുനീനെ പോലെയൊക്കെ തോന്നില്ലേ അവ? അവരുടെ മുടി അത്രയും മോസ്റ്റായിട്ട് ഇതേ ഗായ്സ് വളർന്നിട്ടുണ്ട്. ഇത് അവർ രണ്ടും ബാക്കിൽ വരുന്നുണ്ട്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്, എന്നെങ്ങനെയാ അമ്മ വല്ലതും പറയും ഓട്ടം അല്ലേ ഓട്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇന്ന് മുതൽ രാമായണം വായിക്കാനും നമ്മൾ തുടങ്ങും അല്ലേ മമ്മ? മോസ്റ്റായിട്ട് അപ്പം അതാ നമ്മളിതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, എണ്ണ, ചന്ദനത്തിരി, നാളികേരം, പട്ട്. ഇതൊക്കെ അമ്പലത്തിൽ കിട്ടുമോ? ആഹാ, ഞാൻ നാരങ്ങയാണോ? പട്ട് കണ്ടിട്ടുണ്ട്. നാരങ്ങ അമ്പലത്തിൽ കിട്ടുമോ? പട്ടി കാണിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. മാല കൊടുക്കാനല്ലേ? നമ്മൾ മാല ഉണ്ടാക്കി കൊടുക്കാനല്ലേ? നമ്മൾ തന്നെ കോർക്കണം ഗൈസ്. നമ്മൾ തന്നെ വാങ്ങണം, നമ്മൾ തന്നെ കോർക്കണം അമ്പലത്തിൽ നിന്ന് തന്നെ. ഞാൻ പിന്നെ ഇല്ല, നമ്മൾ കോർത്തെ ഓർക്കുന്നില്ല പൊട്ടാന്ന്. അമ്പലത്തിൽ നമ്മൾ ഓർക്കും. എന്ത് പൊട്ടനാണോ ഈ മമ്മ? വേറെ കൂടായിപ്പ ഗായ്സ്. അമ്പലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ക്യാമറ കണ്ട എല്ലാവർക്കും രോഗമുള്ളതും കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്യാമറ ഇനി അധികം യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി അമ്പലം എത്തിക്കഴിഞ്ഞു, അത് മതി. നമ്മുടെ മാരിയമ്മേൻ്റെ അടുത്ത് നമ്മളെത്തി. നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. വിചാരിച്ച പോലെ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നമുക്ക് എവിടെ ചെരുപ്പ് അഴിക്കാം? അമ്മ ഇവിടെ വെച്ചിട്ടാലോ? അപ്പം നമുക്കെന്താ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് അമ്പലത്തിലേക്ക് കയറാൻ നോക്കാം കേട്ടോ. ഇത് അവിടെ വാവാറ്റിയമ്മയിലേക്ക് വരുന്നുണ്ട്, നടന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഹലോ 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 ഗൈസ്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയതായി. നമുക്ക് പ്രസാദമായിട്ട് നമ്മുടെ മാരിയമ്മേൻ്റെ മഞ്ഞൾ പ്രസാദമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ കണ്ണാടി കളഞ്ഞോ? ഞാനിവിടെ കണ്ണാടി കണ്ടായിരുന്നല്ലോ. എനിക്ക് ഇല്യൂഷൻ ആയെന്ന് തോന്നുന്നു. കണ്ണാടി ഇല്ല. ഇതല്ല കണ്ണാടി, ആരുടെയോ സ്കൂട്ടീൻ്റെ കണ്ണാടി. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്വാമി പപ്പയുണ്ട് കേട്ടോ, നമ്മുടെ അമ്പലത്തിലെ ശാന്തിയാണേ. അപ്പം വാറ്റേനെ ഭയങ്കര മോസ്റ്റ് ഇഷ്ടമാണ്. നമ്മളോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അമ്മ എനിക്ക് മഞ്ഞൾ തൊട്ടാ, അതായത് മോസ്റ്റായിട്ട് നമ്മൾ മഞ്ഞൾ തൊട്ടു. അതുകൊണ്ട് അവൻ മാന്തിയതാണെന്നല്ല എന്നെ. അവിടെ ഇത് തേക്ക്, മഞ്ഞൾ തേക്ക്, വേഗം പൊക്കോളൂ. അപ്പം അതേ നീർന്നു വന്ന് മഞ്ഞൾ വെച്ചപ്പം. അപ്പം നമ്മളിനി എന്ത് ചെയ്യാണ്, നമുക്കിനി എന്ത് ചെയ്യാം, അത് ആൽത്തറയാണ്. അപ്പോൾ ആൽത്തറയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നല്ല നീർന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് പോവാം. അവരൊക്കെ ചന്ദനം തൊടുന്നു, ബിസിയിലൊക്കെയാണ് മഞ്ഞൾ തൊടുന്നത്. നമ്മുടെ മാരിയമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞളാണ്, മഞ്ഞൾ കുങ്കുമൊക്കെയാണ്. അപ്പോൾ മഞ്ഞളാണ് ഇവിടെ എപ്പോഴും പ്രസാദം. അപ്പോൾ അതാ നമുക്ക് പിന്നെ തലയിൽ വെക്കാൻ പൂവൊന്നും നമുക്ക് തരുമൊന്നുമില്ല, മഞ്ഞളാണ് തരുന്നത്, മഞ്ഞൾ മാത്രം. പിന്നെ നമ്മൾ ഓരോ അമ്പലത്തിലും ഓരോ ഇതാണല്ലോ. നമ്മളെന്നാ വടക്കുന്നതിൽ പോയപ്പോൾ അവിടെ കണ്ടില്ലേ, അവിടെ നെയ്യായിരുന്നു. നമുക്ക് പ്രസാദമായിട്ട് നെയ്യും പൂവൊക്കെ കിട്ടിയായിരുന്നു. അതും ഇലയിലാണ് തന്നത്. നമുക്ക് പോവാം. ആയിസ്. അങ്ങനെ നമ്മളിതേ മോസ്റ്റായിട്ട് നമ്മുടെ സർപ്പക്കാവാണോ അമ്മേ? സർപ്പാണോ? ഗുളികനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആലുണ്ട്, ഇവിടെ ആലുണ്ട്. മന്ദാരമല്ലോ, ചെമ്പകത്തിൻ്റെ കായാണോ അത്? അതേന്ന് തോന്നുന്നു അല്ലേ? ചെമ്പകമുണ്ട്. മോസ്റ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്കിനി പ്രാർത്ഥിക്കാം. ഗായ്സ്, ഇപ്പം നമുക്കിനി ഈ തറയ്ക്ക് ചുറ്റും നമുക്ക് എത്ര പ്രാവശ്യം വേണം നമുക്ക് വലം വയ്ക്കണം. വലം വെച്ചാൽ അത്രയും നമ്മൾ മോസ്റ്റ് നമ്മുടെ പ്രാർത്ഥന ആഗ്രഹം സാധിക്കുന്നതാണ്. 3 പ്രാവശ്യം വലം വയ്ക്കാമേ. 3 പ്രാവശ്യം വലം വയ്ക്കാൻ നോക്കുകയാണ്. നമുക്ക് മോസ്റ്റായിട്ട് 3 പ്രാവശ്യം വലം വയ്ക്കാം അല്ലേ പങ്ക? അല്ലോ 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 പ്ലീസ്. ഞങ്ങളങ്ങനെ വലം വയ്ക്കാം. ഓർക്കിഡോ? സത്യം വെറൈറ്റി ആണല്ലോ അല്ലേ
ഗായ്സ് അങ്ങനെ നമ്മൾ ഇറങ്ങിയ പാടെ ഇതേ അമ്പലത്തിൽ എല്ലാവരും പോയി. അമ്പലം ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ആ പ്ലേസിലേക്കാണ് പോകാൻ പോകുന്നത്. ബട്ട് ആ സ്ഥലത്തിലെ എല്ലാ ബ്യൂട്ടിയും പോയി ഇല്ലേ മമ്മേ? നമ്മൾ എന്നാ അമ്മ ഇവിടേക്ക് ലാസ്റ്റ് ആയിട്ട് വന്നത്? അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഏത് വർഷമാണ്? ആ 2024 24 തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് വന്നേ. ഇവിടെ കണ്ടോ മോസ്റ്റ് ആയിട്ടൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങണം അല്ലേ മമ്മ? മോസ്റ്റ് നോക്ക് എന്ത് രസമാണ്. അപ്പോൾ ഇവിടെ എന്താ അറിയോ, ഇവിടെ പ്ലാവുകളുണ്ട് ഈ സൈഡിൽ കൂടി. സ്പെഷ്യലായിട്ടുള്ള പ്ലാവ് ചക്കയാണ്. ഇത്ര ഉണ്ടാവുള്ളൂ ചക്ക. പഴവും മോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുരു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ചില്ലായിരുന്നു കേട്ടോ. ഇതുണ്ട് ഇതിൽ ആ ചക്ക അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഇവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ. അന്ന് ഇവിടെ ബിൽഡിംഗ് ഒന്നുമില്ല, ഫുള്ള് കാടായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു ഇതിൻ്റെ പ്രകൃതി ഭംഗി മോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർഷങ്ങളായില്ലേ. അയ്യോ ഇത് നല്ല ചക്കപ്പഴമാണോ അമ്മേ? കൊണ്ടോണോ? നല്ലല്ലേ, ചീത്തയല്ലേ? ചീത്തയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ചക്ക. നമ്മുടെ ആനച്ചക്ക എന്ന് പറയുമ്പോൾ ഇതിൽ ചെറുതാ. ഇതുണ്ടോ അമ്മ, ഇതിൻ്റെ കുരു എടുക്കണേ, നമുക്ക് നടണം. അപ്പോൾ കുരു നമുക്ക് എന്തായാലും എടുത്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാവിൻ്റെ തൈ ഇപ്പോഴേ മുളയ്ക്കുമോ? അപ്പോൾ ഇതുണ്ടോ ഗൈസ്, ഇവിടെ കണ്ടോ എത്ര പ്ലാവുകളാണ്. ഒരുപാട് പ്ലാവുകൾ ഇതേ സൈഡിൽ കൂടെ ഒക്കെ നിറച്ചുണ്ടോ. ചക്ക ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇതുണ്ടോ പിന്നെ ചക്കപ്പഴം ചീഞ്ഞതിൻ്റെ സ്മെല്ലും ഉണ്ട്. ഇതുണ്ടോ ഇവിടെ ബിൽഡിങ് ഇതുണ്ടല്ലേ, പണിയുന്നതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല അന്ന് ഞങ്ങൾ ഇതിൻ്റെ എവിടെ ആദ്യം അമ്മ ഒരു കീരിയാണോ പൂച്ചയാണോ അത്? ഇതെന്ത് ജീവിയാ? അതുണ്ടോ ചക്ക വഴിച്ചു കീരിയാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഗ്രേ കളർ കേട്ടോ അമ്മ. കീരിയാ അത്, കീരി. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ചക്ക പറിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ കയറി നിന്നിട്ട് ഈ പ്ലാവിൽ തൂങ്ങിയിട്ട് പറിച്ചിട്ട് ആ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് കുറേ നാൾക്ക് മുമ്പാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പ്ലാവിൻ്റെ ചക്കേൻ്റെ ഇവിടെ ചക്ക നിൽക്കുന്നതുണ്ടോ? ഇതേ കണ്ടോ, ഈ ചക്കയ്ക്ക് മുള്ളില്ല ഗൈസ്. ഉണ്ടോ പറന്ന് പോയേക്കുന്നത്. നേരത്തെ ചക്കയ്ക്ക് മുള്ളുണ്ടായിരുന്നതുണ്ടോ? ഇത് കുറേ ഉണ്ടല്ലോ പ്ലാവിൽ നിറച്ചുണ്ട് കേട്ടോ. ഇത് ചക്കയാണെന്ന് തന്നെ നമുക്ക് സംശയം വരും. ഇതുണ്ടോ ഗൈസ്, ഇതാണ് ചക്ക. ചീത്ത മണം. അയ്യോ ഇതുണ്ടോ, ഇത് വണ്ടി വന്ന് അരഞ്ഞാണോ? അതുകൊണ്ട് കട്ടുറുമ്പുകളൊക്കെ തിന്നുന്നു. മമ്മ നോക്കമ്മ ഇഷ്ടം പോലെ ഉണ്ടമ്മ. ഇതിങ്ങനെ ആർത്ത് കയറിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി പറിച്ചത് കേട്ടോ. പക്ഷെ നോക്കുക അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ചക്ക പോലില്ല. അതുകൊണ്ട് നമുക്ക് പറിക്കും. അതെങ്ങനെ പറിക്കും? ഇത് പിടിക്ക്. ഈ കാലൊക്കെ നോക്കണേ. ഇവിടെ ഫുള്ള് ചക്ക തോട്ടാ. അതോ നല്ല മധുരം. അത് അങ്ങനത്തെ എടുക്കാം. ഹലോ, നല്ലതാണോ അറിയത്തില്ലടോ. അയ്യോ വീട്ടില് ചീഞ്ഞ ചക്ക തിന്നാൻ പറ്റൂലേ? എടാ അത് പറിച്ചാൽ മതി. നല്ല മധുരമുണ്ട്. ചീഞ്ഞു തുടങ്ങിയതിന്റെ ഒരു ചുവയില്ലേ അതുകൊണ്ട്. എന്റെ ഡ്രസ്സല്ലേ, കുഴപ്പമില്ല. ചക്കുരല്ലേ? ഇതെങ്ങനെ പറിക്കാൻ പറ്റുമോ അമ്മേ? ഇനി പറിക്കാൻ പറ്റുന്നതിന്റെ റിസ്കിലാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഗൈസ്. ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ അടിപൊളിയാണ് ഗൈസ്. മോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്ഥലം. പക്ഷേ ഈ സ്ഥലത്തിന്റെ മനോഹാരിത ഒക്കെ പോയില്ലേ, അതാണ് ഒരു പ്രോബ്ലം. അപ്പൊ പൊളിക്കണ്ടത്. വീട്ടിൽ പോയിട്ട് നമുക്ക് എടുക്കാം, വീട്ടിൽ പോയിട്ട് വിളിക്കാം. അപ്പൊ ഞാൻ ഈ ചക്ക പറിക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ സർവൈവ് ചെയ്ത് നോക്കി. പ്ലാവിന്റെ ചോട്ടി ഒന്ന് നിന്നു കേട്ടോ. ഇത് പറിക്കാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ ഇത് ഇവിടെ രണ്ടുപേരും ഒളിച്ചു നിൽപ്പുണ്ട്. കണ്ടടേ, ഓഹോ ഇതുണ്ടോ ഒളിച്ചു നിൽക്കുന്ന രണ്ടുപേരെ കണ്ടോ? ഇവന്മാരെയാണ് ഗൈസ് ഞാൻ പൊക്കാൻ പോകുന്നത്. ഇവന്മാരെ പൊക്കാൻ നോക്കാട്ടോ. അയ്യോ അയ്യോ അയ്യോ, കിട്ടി. അയ്യോ ഇതേ കറാറ. ഒരെണ്ണം പോരാമേ, ഒരെണ്ണം മൂത്തതുള്ളൂ. അയ്യോ കറയുണ്ടെന്നേ. അയ്യോ എന്റെ മേത്തായ നന്നാവുമ്മേ. ഇനി അടുത്ത സെക്കൻഡ് വണ്ണ ഞാൻ ഗോയിങ് ടു പറിക്കലേ. മുളങ്ങിനുണ്ട്. അയ്യോ ഭയങ്കര ചക്കപ്പഴം തീറ്റയാണ്. പോടോ, നമ്മളെ പേടിപ്പിക്കാനാന്ന് തോന്നുന്നു. അയ്യോ നിറച്ചുറുമ്പ. അമ്മേ അത് പക്ഷെ കടിക്കില്ല, അതത് ഉരുട്ടുപോയി. അമ്മ ഇത് പിടിക്കുമ്പോ ഞാൻ ചാടാൻ പോണേ. രണ്ടടേൻ കാഴ്ച ഞാൻ ചാടാൻ പോവാണ്. അതോ അത് കിട്ടില്ല അമ്മ. എന്റെ മമ്മ നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയതമ്മ ഇത്. അതെയോ? ഭാഗ്യത്തിന് കിട്ടിയതല്ലേ? എന്നെ കാണുന്നുണ്ടല്ലോ.
ഞാനൊരു കാര്യം ഒരു ചാട്ടം കൊടുക്കാം, അത് തൂങ്ങി കടന്ന് ചാടാം. പറ്റില്ല. അത് വേണോ അമ്മേ? ഇവിടെ ഫുള്ള് എനിക്ക് ഹൈറ്റ് ഇല്ല ഗൈസ്, അത് പറിക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഒന്നും വന്ന് തന്നെ എടുത്തു തരുമോ? അതിലൊക്കെ കൊറേ നിപ്പുണ്ട് കാര്യം. കൊറേ ഉണ്ടല്ലേ? വാവ്, മുകളിലേക്കൊക്കെ നിറച്ച് ചക്കയില്. എന്റെ ബോർഡ് പോയ അതാ ചക്ക. എങ്ങനത്തെ ചക്ക ആദ്യം കാണുവാ? ഇഷ്ടംമാരുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അത് എവിടെയൊക്കെ പോണ് കിടക്കുന്നുണ്ടാവും. എവിടെ? റോഡിലൊക്കെ അപ്പുറത്തൊക്കെ പോണ് കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാ. മോസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ സാമിപ്പപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. യെസ്, നമ്മുടെ സാമിപ്പപ്പാണ്. പുതിയ മോഡൽ ക്യാമറയാ ഇത്. വ്ളോഗിംഗ് ക്യാമറ. എന്നെ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഹായ് പറ. ഹായ്, ഹൗ ആർ യു? ഞാൻ മോളെ എന്റെ മണ്ണൊന്ന് മാറ്റി. മണ്ണോ? ആ വണ്ടിയിൽ കെറുകെറു സൗണ്ട്. ഇത് ഇവിടെ വീണ് കിടക്കുന്നുണ്ടാവും. ഇതേമാതിരി ചക്കയുണ്ട്. ഇതാ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഇവരാദ്യമായിട്ട് കാണാമെന്ന്. ഇങ്ങനത്തെ സാധാരണ അല്ലല്ലോ ഇത്. ചെറിയ ഇതിന് മുള്ളില്ല അല്ലേ? മുള്ളുമില്ല, മുള്ളൊന്നും ഉണ്ടാവില്ല. ഫുൾ വെറൈറ്റി ആണ്. വെറൈറ്റി നല്ല സ്മെല്ലില്. സ്പെഷ്യൽ ഇത്ര ഉള്ളു ചക്കച്ചോള. പറിക്കാൻ എത്തുന്നില്ല. ഈ പ്ലാവെല്ലാം മുറിക്കുന്നു, കാരണം മതില് വരാൻ പോകുന്നു. ഈ ചെക്കന്റെ പേര് പോയാൽ ബിൽഡിങ് ആണോ? ഓ, അമ്പലത്തിന്റെയോ? വെറുതെ അല്ല ഗായ്സ്. അപ്പൊ നോക്കി സൈഡിൽ കുറെ ഇതൊക്കെ അമ്പലത്തിന്റെ സ്വത്താന്ന് പറഞ്ഞു ഈ പ്ലാവുകളെല്ലാം. അപ്പൊ ആ പ്ലാവൊക്കെ നോക്ക് കളയുന്നു. നമ്മളോട് പറിച്ചോളാൻ പറഞ്ഞു, കാരണം സാംപപ്പേന്റെ അമ്പലം എന്നൊക്കെ സാംപപ്പ പറഞ്ഞു. അപ്പൊ ധൈര്യമായിട്ട് നമ്മളോട് പറിച്ചോളാൻ പറഞ്ഞു. ബട്ട് ഗായ്സ് നമുക്ക് എന്തായാലും അത് എത്തിയല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടി. പിന്നെ ഈ വീണ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി പെറുക്കിയിട്ട് നമുക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ തൈകളൊന്നും കാണാനില്ല കേട്ടോ, കാണാനില്ല. നോക്കാം, സാരില്ല. കുരുക്കളെടുക്കണമേ ചക്കേൻ്റെ. സ്വാൻ പപ്പ നമ്മളോട് ഗൈസ് പോയിട്ടോ. ഗൈസ് പപ്പേൻ്റെ വീട് താഴേക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾ പോയിട്ടില്ല അവിടെ? വീട്ടിലെ മമ്മ പോയിട്ടുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വീണ്ടും വരാന്. അപ്പം ഇനി ഒന്ന് ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ മാത്രമായിരിക്കും മമ്മ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ ബാബാറ്റി? വീഡിയോയിൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ അല്ലേ? അല്ലേ? നോക്ക്, ഷോർട്സ് എടുത്തില്ലല്ലോ മമ്മ. ചെറിയൊരു ചീന ചെറിയ ചീഞ്ഞ ചവ. നല്ല സ്മെല്ലും ചക്കടേന്റെ മണം അമ്മേ. ഇങ്ങോട്ട് വാ. എന്റെ ഡ്രസ്സിലാണ് ഈ കൊച്ചിന്റെ കൈയെല്ലാം. അന്ന് വന്ന് ഇങ്ങനെ വ്ളോഗ് എടുക്കുവായിരുന്നെങ്കിൽ കുറച്ചും കൂടി മോസ്റ്റ് ആയിരുന്നല്ലേ? സത്യം. ഇന്ന് ഇവിടെയൊക്കെ ഫുള്ള് കാടും ഫുൾ പച്ചപ്പൊക്കെ ആയിരുന്നു. ഫുള്ള് എന്താലേ ഇങ്ങനെ പോവാന്ന് പറയുമ്പോ എന്തോ ഒരു വിഷമം. എന്താണ് കാണുന്നത്? നോക്ക് ഗായ്സ്, ഭയങ്കര ആ ചക്ക പറിച്ചിരിക്കുകയാണ്. 2 ചക്കയും കൊണ്ട് പങ്കൻ വരണം. ചക്കപ്പങ്കനായി ആരാണ് പങ്ക? മേലെ കുപ്പിച്ചിലുണ്ട് കേട്ടോ പങ്ക. ഏത് അവിടെ ചക്കപ്പഴുണ്ട്? മേലെ കുപ്പിച്ചിലുണ്ട്. അയ്യോ, ഭയങ്കര മുള്ളാലയില്. ഒന്നും പറയല്ല എന്റെ പങ്ക. നീ ആടാ വില്ലാളി വീരനാടാ. നോക്കട്ടെ. വില്ലാളി വീരനെ, വീരമണി പങ്കനെ. നിന്ന് കുളിക്കണം അമ്പലത്തിൽ പോയിട്ട്. പങ്കൻ അങ്ങനെ ഗായ്സ് മോസ്റ്റ് ആയിട്ട് ചക്ക പറിച്ചു. വെരി ഗുഡ് പങ്കൻ, വെരി ഗുഡ്, വെരി ഗുഡ് പങ്കൻ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ചില്ലാട്ടോ പങ്കൻ അത് പറിക്കുന്നു. എടാ നീ ആള് വീരനാണോ? നീ വീരൻ, നീ ചൂരനാണോ? നീ പോടാ. നീ എന്റെ അടുത്ത് പറഞ്ഞേ.
പോടാ ഇല്ലടാ പോടാ ഇല്ലടാ പോടാ എന്റെ മുടിന്ന് വിടറാ ഇവിടെ വയറിന്റെ കണക്കെടുക്കുന്ന ചിലരൊക്കെ ഉണ്ടേ ഗായ്സ്. അപ്പൊ നമുക്ക് ഫുട്ബോളിന്റെ ഡിസൈൻ പോലെയാണ് ഗായ്സ്. ആക്ച്വലി എനിക്ക് യുനോ നമുക്ക് ഈ ചക്കയാണ് തോന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ ഡിസൈൻ കണ്ടോ, നിറച്ച് ഈച്ചയും ചീഞ്ഞ് മോസ്റ്റായിട്ട് കിടക്കാൻ നമ്മൾ ഓൾറെഡി ഗായ്സ് പറഞ്ഞു. ഇതിലൊരു റോഡ് നമ്മൾ നേരത്തെ കാണിച്ചു, പിന്നെ താഴേക്ക് വേറെ റോഡുണ്ട്. അവിടേക്കൊക്കെ നല്ല രസമുണ്ട് വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സോ ഗായ്സ് നമ്മൾ ബാക്ക് ടു പോവാണ്. അപ്പോൾ അതേ അമ്മയ്ക്ക് ഇത്രയും കുഞ്ഞു ബോൾ വരെ അമ്മ നോക്കട്ടെ നമുക്ക് എത്ര ചക്കകൾ കിട്ടി നോക്കട്ടെ. ഇത്രയും മോസ്റ്റ് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്, തയ്യും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുടയില്ല കേട്ടോ. കുട നോക്കുമ്പോൾ ഗായ്സ് നമ്മള് മൂക്കത്താണ് കുട നോക്കിയത്, ഒറ്റ കുട പോലും കണ്ടില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ ആ വലിയ കുടയില്ലേ റെയിൻബോ കുട, അത് നോക്കുമ്പോൾ കുട നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുട യൂസ് ചെയ്ത് കുടേൻ്റെ അവസ്ഥ കുറച്ച് ഇതായി. കാരണം കുട ചീത്ത ചെയ്യുന്ന തന്നെ പറയണം. അതുകൊണ്ട് കുടയില്ല നമുക്കിപ്പോൾ. മിക്കവാറും ഇന്ന് മഴയത്ത് നമ്മൾ നനയേണ്ടി വരും. നമുക്ക് ഒരു കുട വാങ്ങാമെന്ന് ഓർത്തിട്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഇപ്പം മഴയോ വെയിലോ ഉണ്ടെങ്കിലല്ലേ ഗൈസ് നമ്മൾ കുട യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ കുട വാങ്ങി വെച്ചാൽ നമ്മൾ കുട യൂസ് ചെയ്യില്ലല്ലോ. കുറേ നാൾ കുട അങ്ങനെ തന്നെ ഇരിക്കൂലേ. യെസ് ഗൈസ്. അപ്പം ഇതേ തലമുടിയൊക്കെ നമ്മൾ ജസ്റ്റ് ഈരുവാണ്. അപ്പോൾ നമ്മളിനി ടൗണിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇത് വേറൊരു ടൈപ്പ് ചക്കയാണ്. ഇതിന് ഇച്ചിരി മുള്ളുണ്ട്, ഇതിന് കുറച്ചുകൂടി അടുത്തടുത്തുള്ള മുള്ള്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് മുള്ളുകളുണ്ട് കേട്ടോ. അതേ മഴ തൂളി നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിത് മുടി ഒക്കെ ഈരിയിട്ടുണ്ട്. അപ്പം നമ്മളിനി പോവാണ്. ദൈവമേ അയ്യോ പൂഴയാ ഊഴച്ചക്ക. അങ്ങനെ ഇതേ മോസ്റ്റഡ് ചക്ക കയ്യിൽ നീ ഒരു ആയുധം വെച്ച് വേണം നടക്കാൻ. പ്രത്യേകിച്ച് കത്തിയില്ലാതെ ഇപ്പൊ നടക്കാൻ പറ്റില്ല. ഒരു സൈഡേ ഉള്ളു ഡി എം നോക്കട്ടെ. ഡി എം പറ്റൂടാ, കത്തിയില്ലാതെ വീട്ടിൽ നിന്ന് പോലും ചക്ക അമ്മ വെട്ടും. പറമ്പിലിറങ്ങിയ പങ്കനും ബൗ ബൗ ഡി എം മക്കത്ത 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 കത്ത ഇവിടെ ആർത്തി കയറിട്ടുണ്ട്. അതേ മുറ്റത്തേക്ക് മുല്ലക്ക് എത്തപ്പോ മന്നമല്ലേ മന്ന നോക്കല്ലേ കിട്ടൂടാ പങ്ക. പങ്കൻ ചക്ക പറിച്ചെടുക്കുന്നു. അതന്നെ വരട്ടെ. അയ്യോ കൊച്ചിന്റെ കയ്യിലെ ചെളിയാണ്. അതാ വരിക്കും. ഇവിടെ ഞങ്ങള് കുരുവാണ് നോക്കി നിൽക്കുന്നത്. ഇവിടെ മനുഷ്യ തിന്നാൻ നോക്കി നിൽക്കുക. സാധാരണ ചക്ക പിടിക്കാൻ മകനെടുത്ത് നമ്മള് മോസ്റ്റായിട്ട് കുരുവാണ് കഴിച്ച് നോക്കിക്കുന്നത്. അമ്പ ടേസ്റ്റ് ഉണ്ട്. എന്താ ടേസ്റ്റ് കാര്യമുള്ളൂ. സാധാരണ ചക്ക പോലെ തന്നെയാണോടാ? അല്ല ഒന്ന് പോവാം അമ്മ. അമ്മ എന്താ ഇന്ന് ഇന്ത്യൻ ആണല്ലോ കറക്റ്റ് ഇല്ലേ? അമ്മ ഇന്ന് കറക്റ്റ് ഇന്ത്യൻ ആയിട്ടുണ്ട് അല്ലേ? അല്ലേ ഗൈസ്? അതിന്റെ പൊക്കത്ത് നിൽക്കുന്ന ഇത് കൂട്ട് ചെടിയല്ലല്ലോ അല്ലേ? ഇത് മമ്മേന്റെ കണ്ണ് ചെടിയിലാണ് എന്നെ പോലെ തന്നെ. അയ്യോ അതേലോ അല്ല മമ്മേന്റെ തല ഒന്ന് പോമമ്മേ. മമ്മ ഇതെന്തോ വേറെ എന്തോ ടൈപ്പ് ചെടിയാണല്ലോ മമ്മേ. എന്റെ ഗായ്സേ ഇത് കണ്ടോ അമ്മ? എന്നാ അതെന്താന്ന് പറ. കണ്ടോ മമ്മ? ഏത് കണ്ണിയായാലും എന്താ ആ ചെടിയല്ലേ? അയ്യോ എന്താ വെറൈറ്റി ചെടിയാ, പക്ഷെ അതെനിക്ക് കിട്ടില്ല. അപ്പൊ നമ്മളങ്ങനെ പോവാണ്. ചക്കപ്പഴം ഇതേ പങ്കൻ കില്ലക്കൈയും കൊണ്ട് ആ കൊച്ചിന്റെ കൈ നിറച്ച് അഴുക്കാണ്. പ്രകൃതിയോടെ ഇറങ്ങാം ഇത്. പക്ഷെ എനിക്കെന്താ അറപ്പാവുന്നുണ്ട്. ഏതോ അണ്ണൻ കുത്തിയിട്ടെന്ന് പറയുന്നത്. അണ്ണനോ? അണ്ണെന്നാ പക്ഷെ കേട്ടെ, ഞാൻ അണ്ണാന്ന് പറഞ്ഞോളൂ. അപ്പൊ നമ്മളങ്ങനെ ഇതേ കയറി പോവുകയാണെങ്കിൽ യെസ് ഇതുണ്ട് ഇവിടെ ഒരു മോസ്റ്റ് നല്ല ഒരു ഡിവോഷണൽ ടച്ച് ഉള്ള ഒരു അടിപൊളി സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ മമ്മേ അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ചക്കപ്പഴം കഴിച്ച് വയറ് നിറച്ചില്ല. അതുകൊണ്ട് ഇവിടെ സ്റ്റെപ്പിലിരുന്ന് നമുക്ക് രണ്ട് ഫോട്ടോ എടുത്താലോ? എന്തോ ഒരു ആഗ്രഹം തോന്നുന്നു അല്ലേ? അപ്പൊ മോസ്റ്റ് ആയിട്ട് സ്റ്റെപ്പിലിരുന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ 2-3 ഫോട്ടോസ് എടുക്കാം. അതാ മഴ പെയ്തു നന്നായില്ലേ? ഓ പെട്ടുന്ന കാശ് തോന്നുന്നത്. ബാ ഇതേ മഴയും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പങ്ങന്റെ കൈ ഉണ്ടോ? മമ്മ എനിക്കും ബാത്റൂമിൽ പോണം. എന്താ പറയാ അല്ല ബാത്റൂം എന്ന് പറഞ്ഞപ്പോ പോകാനൊരു തോന്നലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നുന്നത് ഒരു പ്രശ്നമാണോ? എന്ത് അപ്പൊ ഗായ്സ് നമ്മളത് അമ്പലം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിന്റെ ഈ ഗേറ്റും കൂടി അടയ്ക്കുമെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മോസ്റ്റായിട്ട് പോയിട്ട് പങ്ങന്റെ കൈ കഴിയിക്കണം. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയാൽ എന്തായാലും കയറി ചെന്നിട്ട് ചൂണ്ടി കാണിച്ചൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ബാത്റൂമിൻ്റെ അടുത്ത് പോകുന്ന സ്ഥിതിക്ക് ഒന്ന് നമുക്ക് പീച്ച് ചെയ്തിട്ട് കൂടി വരാമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്.
ഗായ്സ് അതാ മഴ ഭയങ്കരമായിട്ട് പെയ്തു. പുറത്തിറങ്ങി ഞങ്ങളെ മഴ കൊള്ളിക്കണമെന്ന് മഴയ്ക്ക് നിയമം ഉണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. ഇതേ ഗായ്സ് നല്ല മോസ്റ്റ് മഴ ഗായ്സ് പെയ്തത്. അതെ ഇതേ മമ്മ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ടോ? ഇന്ത്യൻ 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 എപ്പോഴും അതെ മമ്മ ഞങ്ങളെ കാണിക്കുന്നു. ബാ വാ ബാത്റൂമിനുള്ളിൽ പോടാ, അവിടെ ഉണ്ടല്ലോ വാഷ് ബേസിൻ ടപ്ലി. അങ്ങനെ നമ്മളത് നമ്മുടെ മാരിയമ്മൻ ടെമ്പിളിലെ ബാത്റൂമിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലോസ് ആണോ? വാഷ് ബേസിൻ ഇല്ലേ ഇവിടെ? ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പം ഇല്ലാതായേക്കുന്നെന്താ? അകത്തുനിന്ന് കഴിക്കും. എനിക്ക് എന്തായാലും ബാത്റൂമിൽ പോകണം. എന്തായാലും വന്നല്ലേ അല്ലേ. അപ്പം ഞങ്ങളൊന്ന് വേഗം പോയിട്ട് വരാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗായ്സ് പൊരിഞ്ഞ വെയില്. നേരത്തെ ഞങ്ങൾ മഴയത്ത് ഓടിയാ ഞങ്ങള് കുറച്ചു മുമ്പല്ല ഇപ്പം കണ്ട് നോക്ക്. ഇപ്പം നോക്ക്, ഇപ്പോഴേക്കും പൊരിഞ്ഞ വെയില്. കൈയൊക്കെ പൊള്ളുവാണേ, ഭയങ്കര വെയിലില്ലേ. കയ്യിലാണെ മഴയായാലും വെയിലായാലും നമുക്ക് കുടയാണ് ഗായ്സ് കയ്യിൽ വേണ്ടത്. അതെ കൈ പൊള്ളു. അതാണ് ഫുൾ സ്ലീവ് അല്ല, ഹാഫ് സ്ലീവ് ആണ് ഗായ്സ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. മമ്മേൻ്റെ പിന്നെ 3/4 സ്ലീവാണ്. ഇതെന്നതാ ഇന്ത്യൻ തപ്പുന്ന ലിസ്റ്റ്. കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ലിസ്റ്റ് ഉണ്ടാവുന്ന ഗായ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. എസ്പെഷ്യലി അവർ ഇന്ത്യൻ മാം. അത് മമ്മ ലിസ്റ്റ് പോയിട്ടുള്ള ഒരു പരിപാടിയും അമ്മ ഇല്ല കേട്ടോ. അങ്ങനെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്കിനി ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ടേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, പോവാം അല്ലേ. അപ്പോൾ ബാക്കിൽ 2 പൊട്ടന്മാർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഞങ്ങൾ 2 പൊട്ടന്മാർ നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാം. നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇതുണ്ടോ നമ്മുടെ ഈ രുചി വണ്ടീൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്പോട്ടുണ്ട്. അപ്പം ഈ വെയിലത്ത് നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഇത്. കാരണം നമ്മൾ സൺസ്ക്രീൻ പോലും ഗായ്സ് അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ടാൻ അടിക്കുമെന്നുള്ള പേടി നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന സ്പോട്ടിൽ നമ്മൾ അപ്പോൾ ഇങ്ങോട്ട് നടന്ന് താഴെ പോകണം നടത്താം അല്ലേ. അപ്പം ഇനി നമുക്കിത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം അല്ലേ മങ്ക? ഹലോ ഹലോ അവിടെ മൈജി ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചറാണ് മൈജി. മൈജി എന്താണ് എല്ലാവരും ചോദിക്കുക എന്താ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ബത്തേരി മൈജി ഫ്യൂച്ചർ, അതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ. ഇപ്പൊ ഞങ്ങൾ കോഴിക്കോടേക്ക് പോയാൽ അവിടെ കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ആവും. എന്റെ ജി ഫ്യൂച്ചർ ഓപ്പോസിറ്റ് നമ്മുടെ ബസ് സ്റ്റോപ്പിനകത്ത് ഇവിടെ ഒരു ഭാഗം വേണ്ട അമ്മേ. 2 സ്റ്റെപ്പ് നടക്കുന്നതിന് നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് വേഗം പോവാ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. 30 രൂപ. അപ്പം നമ്മൾ ഹാപ്പി ബത്തേരിയുടെ അടുത്താണ്. ഇതാണ് നമ്മുടെ പഴയ പൂമരം. നൗ നമ്മുടെ പൂമരത്തിൽ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഓഫ് ബഡിങ് ചെയ്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ. അപ്പോൾ നമ്മൾ തലച്ചുല ക്ഷേത്രത്തിൽ ചോറിനാൻ പോവാ ആണോ? ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ കഴിച്ച് ഞാൻ പറഞ്ഞേ 1-ാം തീയതി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വിചാരിച്ചില്ലല്ലോ. ഹലോ അതെ ഇതെന്താണ് തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് ഓടാമെന്ന് പറഞ്ഞു തന്നെ ആൾക്കാരാണോ ഞങ്ങൾ? എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും പോകുന്നുണ്ടെന്ന് നമുക്കും അറിയാം. എൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്കല്ലേ നമ്മളിവിടെ വന്നത് മമ്മ അല്ലേ ഗൈസ്? നൗ നമ്മൾ ഇന്നൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അന്നൊക്കെ നമ്മളിപ്പോൾ കുറേ നാളായില്ലേ അല്ലേ ഇവിടേക്ക് വന്നിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ, മോസ്റ്റ് തിരക്ക് കാണുന്നുണ്ട് അമ്മേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ പോവാം. പക്ഷെ നമ്മൾ പറഞ്ഞ ക്യാമറ നിൽക്കാൻ ചെരുപ്പ് നമുക്ക് ഇവിടെ എല്ലാം അഴിച്ചിടണല്ലോ. ഇവിടെ അഴിച്ചിടാമേ? ഇവിടെ അഴിച്ചിട്ടാണോ? ഇതെങ്ങോട്ട് പോകുന്നേ? അയ്യോ അവിടെ ഇടണ്ടാ. ഇന്ത്യൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിതേ ആരുടെയും ചെരുപ്പില്ലാത്തൊരു സ്ഥലത്ത് ഇതേ 6 ചെരുപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് എടാ ഇവിടെ അഴിച്ചിട്ടോ. അയ്യോ ഇനി എൻ്റെ ലൈഫ് സൈക്കിൾ പണിയാണ്. ഞാൻ ഇനി എവിടെ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞത് കടുങ്കട്ടാണ് ഗൈസ് ഇട്ട് വെച്ചത്. ഇപ്പോൾ ഇനി ഇത് അഴിക്കാതെ ടക്ക് ടക്കെന്നുള്ള ഒച്ച വെക്കാനാ. അയ്യോ ഇനിയിപ്പം ഓൾഡ് സിമെന്റ് എല്ലാം വന്ന് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും കേട്ടോ മറ്റേ. അയ്യോ ഓ സ്വർണം കൊണ്ട് പഠിച്ചോണ്ടേ. അതെ 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 അങ്ങനെയാണ് ഓറ പോയി. അയ്യോ
അയ്യോ ചോറൊന്നും ഇല്ലേ അമ്മേ? ഗൈസ് ഞങ്ങൾ ശശിയാവുമെന്ന് അറിയത്തില്ല. ക്യൂ ഉണ്ടോ? ഓ നോ ഗൈസ്, ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ക്യൂവിലേക്ക് ചെന്ന് നിൽക്കാൻ തീരുമാനിച്ചു. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഗൈസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂവിനൊരു എൻഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല. എൻഡ് കാണുന്നില്ല. കണ്ണാടി ഉണ്ട് ഗൈസ്, കണ്ണാടി ഇവിടെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലാസ്റ്റ്. ക്യൂ ഉണ്ട്. ആരാമേ അവര് പറഞ്ഞു? എന്താ പറഞ്ഞേ? ഷൂവിന്റെ കളറുണ്ടോ? ആരാ പറഞ്ഞേ? കളം കൂട്ടാൻ പോയതാന്ന് പറഞ്ഞില്ല. എന്തിനാ പറയുന്നല്ലേ? അല്ല പറഞ്ഞത്, അവര് ആത്മകഥം പോലെ പറഞ്ഞാടാ. അവരെന്ന് കൊടുക്കാൻ സാരി മാറ്റാൻ പറഞ്ഞു. ഒരു ഡ്രസ്സല്ലേ ഒരു സാരി വേർത്ത് 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 എന്താവും? നമുക്ക് 10 ഉണ്ടെങ്കിൽ ചിലപ്പം. ശരിയാ, 10 ഷൂ ഉണ്ട്. ഷൂ അത് ട്രെൻഡാന്ന് അറിയത്തില്ല. പൊട്ടന്മാരൊന്നും വിന്റേജ് ടച്ച് അറിയില്ല. അതെ, അമ്പലത്തില് ഭയങ്കര തിരക്കാണേ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണോ? ഓ റെഡിയാണ്. നീ റെഡിയാണോ? റെഡിയാണോ? പിന്നെ അല്ലേ. അതന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. അവിടെ ധന്വന്തരീൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. തിരുമുറ്റം അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫുഡ് കഴിച്ചവരാണ് ഗൈസ് ഇവിടേക്ക് ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, അതേ ക്യൂ ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്തോരം നേരം ഇല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തോരം ക്യൂ നിന്നല്ലേ? യെസ്, കുറേ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഗൈസ് നമ്മൾ ഇവിടെ വന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അമ്മ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ 2 ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. നമ്മുടെ പള്ളിക്കുന്ന്, അതെ അതെ, പള്ളിക്കുന്ന് പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് നേർച്ച ഭക്ഷണം വാങ്ങി കഴിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ നമ്മുടെ ഈ അമ്പലത്തിൽ വന്ന് ഫുഡ് കഴിക്കുന്നതാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതെന്തായാലും മോസ്റ്റ് ഇതായിട്ടുണ്ടായിരുന്നു അല്ലേ? പള്ളിക്കുന്നിൽ പോകുന്ന സ്വപ്നം കണ്ടില്ല ഞാൻ. അതെ. അപ്പം നമ്മളങ്ങനെ മാതാവ് തന്നെ ദേവി, ഒക്കെ എല്ലാ ദൈവം സെയിമാണേ. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. ഇനിയും കുറച്ചും കൂടി പോവാനുണ്ടേ. അങ്ങോട്ടേക്കൊക്കെ പണിതോ അമ്മേ? അങ്ങോട്ടേക്കൊക്കെ പണിത് അമ്പലം അങ്ങോട്ടേക്ക് പണിതു. ഇതപ്പോ വാവ്, ഇതെന്താ ഗൈസ്? നമ്മൾ അമ്പലത്തിൽ നിന്നിട്ട് കുറേ ആയില്ലേ അമ്മേ? അതാണ്. നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ഒരു ഗുഹേൻ്റെ ഉള്ളിലത്തെ ഫീലാണ് ഗൈസ്. അപ്പം നമ്മളിനി ഇങ്ങനെയാണ് പോകാൻ പോകുന്നത്. ഇതെന്താ ഇവർ ഈ വഴിക്ക് തന്നെ കയറി വരുന്നത്? എന്താ റഷാണ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത്. റിസ്ക് 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 കഷ്ടം തന്നെ. അപ്പുറത്ത് വേറെ പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ ഈ ക്യൂ നിൽക്കുന്ന വഴി കൂടെ തന്നെ തിരിച്ചു വരുന്നത് അത് അത്ര ശരിയല്ല കാര്യമല്ല കേട്ടോ. അപ്പം നമ്മളിനി ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. നമ്മൾ വാങ്ങുന്ന സ്ഥലത്തേക്ക് എത്തി കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് പോവാം. ഗായ്സ് അതിൻ്റെ പ്ലേറ്റ് സോക്സ് ഇട്ട് പണി കിട്ടി. പ്ലേറ്റ് എടുക്കണം. ഒരു ആന പ്ലേറ്റ് അവർക്ക് കൊടുത്തേ. ഓർമ്മ ഇത്രയും വലിയ പ്ലേറ്റ് ആണോ ഗായ്സ് എനിക്ക് കിട്ടിയത്? ഓനോ വായിക്കാൻ ബിലീവ്. സോക്സ് ഒക്കെ നനഞ്ഞില്ലല്ലോ. എൻ്റെ ദൈവമേ അവസ്ഥ. മതി മതി. ഓ ചേട്ടൻ കുഴപ്പമില്ല. ഇനി നമുക്ക് കറികൾ വാങ്ങാനായിട്ടുണ്ട്. എന്താ മുമ്പ് നിൽക്കുന്നവർ പോകാത്ത? എന്തൊക്കെ എൻ്റെ ബാബാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെ പറയണ്ടേ? എന്തെങ്കിലും പറയാനുണ്ടോ? മമ്മയൊക്കെ ചോറ് എന്താണ് ഇവിടെ നിന്ന് പോയത്? കറിയില്ലേ? എടുക്കണ്ടേ? അല്ല ലൈവല്ല വ്ളോഗാ. നമ്മള് വയനാടുകാരല്ലാന്ന് അതെ ഗായ്സ്. അങ്ങനെ നമ്മളോട് എവിടുന്ന വയനാട്ടിൽ നിന്നാണോ എന്നൊക്കെ അവർക്ക് അത്ഭുതമായിരുന്നു. അപ്പം നമ്മളെ സ്ഥലമൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ട് നമ്മളെ ജസ്റ്റ് അവരെ പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് അവർ ഫുഡ് വിളമ്പി തരുന്നുണ്ട്. അപ്പോൾ അതേ ഇനിയും കുറേ ആൾക്കാർ നമ്മുടെ പുറകിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മോസ്റ്റായിട്ട് ഇതേ ഫുഡ് വിളമ്പി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിരിച്ചും കളിച്ചും ചോറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സേഫായിട്ടൊരു പ്ലേസ് നിൽക്കാൻ പോവുകയാണേ. അയ്യോ ഗൈസ്, നമ്മൾ ഫുഡ് നമുക്കിത് അവിടെ നിൽക്കാം ഗൈസ്. ഇവിടെ ഫുൾ കണ്ടമായി പോയല്ലോ. എൻ്റെ അമ്മ ഇതെന്താ കാണാൻ
നമുക്ക് അങ്ങോട്ടും അങ്ങനെ പോകാം. അവിടെ ചെളിയാ, അവിടെ മഴ. ആ എന്നാ ഇതിലേ വാ. സോക്സിട്ട് ഞങ്ങൾ പൊട്ടന്മാരായി ഗൈസ്. ചോറും അച്ചാറും എല്ലാം ചവിട്ടി കയറ്റിട്ടുണ്ട് ഞാൻ. പായസം അടക്കം ഞങ്ങളുടെ സോക്സിലുണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങളുടെ പാത്രത്തിലില്ല കേട്ടോ. ഇതേ ഫുഡെല്ലാം അതേ ഗൈസ് വിളമ്പ് തന്നിട്ടുണ്ട്. ഇവിടെയാ അമ്മ അമ്മ അവിടെ ടേബിൾ ഉണ്ട്. അവിടെ ടേബിൾ സ്പേസ് ഉണ്ട്. വാ ഗൈസ്, ഇതേ അവിടെ ടേബിളും സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവിടെ പോയി നിന്ന് കഴിച്ചാലോ ഞങ്ങളൊക്കെ. ആ അതെ, അവിടെ ഒരു ടേബിൾ ഫ്രീ ഉണ്ട്. ആ ടേബിളിൽ നമുക്ക് നിന്ന് കഴിക്കാം ഗൈസ്. ആ വാ, നമുക്ക് അമ്മേ ഞാൻ സ്വപ്നം കണ്ടതിനകത്തില്ലേ ഇങ്ങനെ ടേബിളിലെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറയും ഇതെന്താ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നതെന്ന്. പള്ളിക്കുന്ന് പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിപ്പിക്കില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചു. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് കേട്ടോ. സ്വപ്നത്തിൽ ഞാൻ പള്ളിയിൽ നിന്ന് നേർച്ചോറ് വാങ്ങി പിടിക്കുന്നവരെ കണ്ടു. ആ സാമ്പാറിൻ്റെ സ്മെല്ല് വരെ എനിക്ക് തോന്നുന്നു. പക്ഷെ കഴിക്കുന്നുണ്ടല്ല. അപ്പം എനിക്ക് മനസ്സിലായി കഴിക്കുന്ന റിയാലിറ്റിയാണ്. ഇത് കഴിക്കുന്ന മോസ്റ്റായിട്ട് സാമ്പാറും പിന്നെ നമ്മുടെ അച്ചാറും പിന്നെന്താ നമ്മുടെ കൂട്ടുകറിയെന്ന് തോന്നുന്നു. കൂട്ടുകറിയും കൂടി കൂട്ടി നമ്മൾ മോസ്റ്റായിട്ട് കഴിക്കാം. വിഷമിച്ചോണോ രസമുണ്ടോ അതില്ല? നമ്മൾ രസമുണ്ടോ? അപ്പൊ ഗായ്സ് ഞങ്ങൾ 4 പേരും മോസ്റ്റായിട്ട് ഗായ്സ് ഫുഡ് കഴിക്കുവാണ്. പള്ളിക്കുന്നിലെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളെ തിന്നാൻ സമ്മതിക്കില്ലല്ലോ. അവര് പുറത്തേക്ക് ഇറക്കി വിട്ടില്ലായിരുന്നോ? നിന്ന് കഴിക്കാൻ അവർ സമ്മതിച്ചില്ലായിരുന്നു. നമ്മൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ മുമ്പത്തെ വർഷം പോയപ്പം. അപ്പം നമ്മളെന്താക്കി, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പക്ഷെ കണ്ടായെന്നറിയോ, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്ന് തിന്നുന്ന കണ്ടു. പക്ഷെ ഞാൻ തിന്നില്ല, വാങ്ങിയിട്ട് ഇരുന്നുള്ളടാ, തിന്നില്ല. മനസ്സിലായോ? അപ്പൊ കേക്ക് പക്ഷെ റിയാലിറ്റിയിൽ കഴിച്ചു. റിയാലിറ്റി തിന്നുവല്ലേ. ഇന്ത്യ ബട ഭക്ഷണം ഫുഡ് എടുക്കാം. ഒന്ന് തുറന്നിട്ട് ഇഷ്ടപ്പെട്ട് പോയി. എടുക്കരുതെന്നല്ല അമ്പലത്തിൽ എടുക്കരുതെന്നല്ല പറഞ്ഞ ചേട്ടൻ ഓടുന്നുണ്ട് വേഗം എടുക്കാൻ. ശീലമില്ലാത്തയാണ്. പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ കോരി കഴുകാറാണ്. പൈപ്പിൽ നിന്ന് 3-4 വെള്ളത്തിൽ കഴുകിയ ശീലം. വെള്ളത്തിനായപ്പോ പിന്നെ കൈയൊന്ന് കഴുകാൻ വേണ്ടിട്ട് അവസരം തരുമോ? ഇതിനകത്ത് വെള്ളം തരാം. അയ്യോ, ഇത് നല്ല വൈപ്പായിട്ടില്ലേ? ഇതിന്റെ മൂക്കിലൊക്കെ പിടിക്കാം. ആ വായൊന്ന് കഴുകിയായിരുന്നെങ്കിൽ, അത് വായൊന്ന് കഴുകാൻ കുറച്ച് വെള്ളം തന്നായിരുന്നെങ്കിൽ. ചിലർ വന്നിട്ട് പൈപ്പ് ഒരൊറ്റ തുറക്കലായിരിക്കും കേട്ടോ. നമ്മൾ കുളിക്കും. ഞാൻ കഴിക്കില്ല കേട്ടോ. കൈ മോസ്റ്റായിട്ട് കഴിക്കില്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഡൺ. അപ്പോൾ ഇതാ പ്ലേറ്റ് എന്നാ ഓർഡർ ആക്കി വെക്കണമെന്ന്. അപ്പോൾ നമ്മളെ കാണണമെങ്കിൽ പ്ലേറ്റ് വെക്കിയതല്ലേ? മോസ്റ്റ് പ്ലേറ്റ് ആണ്. പണ്ടത്തെ ഞാനേ എനിക്ക് കുറെ പ്രതികാരം വ്യവഹാരം ചെയ്തു. ഞാൻ കൊല്ലും. ഞാൻ കൊണ്ട് വെച്ചിട്ട് മാത്രം. അതെ, എൻ്റെ കൂടെ വരണം. അതെ വീഡിയോ എടുത്താലേ ആള് കാണും എനിക്ക്. ഗൈസ് നമ്മളങ്ങനെ പ്ലേറ്റ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണേ. അതെ, പാത്രം കഴുകാൻ കൊണ്ടുവയ്ക്കുക. അത്ര പാത്രം എല്ലാം വെക്കുന്നത്. അതെ അതെ, മോശം പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് വെറുതെ എന്തായാലും ഒരു ഫുഡ് വിളമ്പുന്നവരൊക്കെ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാം ഗൈസ്. ഗൈസ് അതെ, ഇത് വ്ളോഗാ. അതെ അതെ അതെ. എല്ലാ എന്നൊക്കെ അന്നദാനം 1-ാം തീയതി അല്ലേ? അതെ അല്ലേ? ഐശ്വര്യപൂജ സായി സമിതിയുടെ പതരം. അതെ അല്ലേ?
എന്തായാലും ഒരുപാട് സന്തോഷം. ആ കഴിച്ചു. കഴിച്ചു. എന്നാ പോട്ടെ എന്നാലും. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. ഞാൻ കുഞ്ഞാറ്റ. അത് ഓർത്ത് വെക്കാൻ എളുപ്പല്ലേ? കുഞ്ഞാറ്റ. ശരി എന്നാ. വരാം, എന്തായാലും വരാട്ടോ. ശരി. ഗൈസ് റോസ്റ്റായിട്ട് നമ്മളെ ചിങ്ങോദിനെ വരാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ മമ്മ? എല്ലായിടത്തും ചെന്നിട്ടുണ്ട്. ഏത് അമ്പലത്തിൽ? അയ്യോ എടുക്കില്ലേ? ഇപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗണപതി അമ്പലത്തിൽ തന്നെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോഴേക്കും ഓടി വന്നിട്ട് അയ്യോ ക്യാമറ ഇല്ല, ഫോണില്ല, ഒന്നുമില്ല. അപ്പോഴേക്കും അല്ലേ ഫോട്ടോ എടുക്കല്ലേ പറച്ചില്ലേ? എന്നാലും നമ്മളെ മോസ്റ്റ് ആയിട്ട് ഇഷ്ടമായി. ഫോണില്ല കയ്യില്. ആടെ ഫോട്ടോ അതിലല്ല എല്ലാ ഫോട്ടോ. അത് ചെയ്യാം, അവർക്ക് സ്വന്തം കാണാനാണ്. എന്താല്ലേ ഞങ്ങളെ ബ്ലറാക്കും. ഗായ്സ് അങ്ങനെ ഞങ്ങള് മോസ്റ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ചു പോവുകയാണ്. എന്തായാലും നല്ല സഹകരണമായിരുന്നു അല്ലേ മമ്മ? അതെ, എല്ലാ അമ്പലത്തിനെ വെച്ച് നോക്കുമ്പോൾ മോസ്റ്റായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ മോസ്റ്റായിട്ട് നമ്മളിനി പോവുകയാണ് ഗൈസ്. എന്താ അവിടെ എന്തോ ബോർഡ് കാണിക്കാൻ വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മഴ നൈസായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി നമുക്ക് ചെരുപ്പിടണം അല്ലേ? നമ്മൾ ആ ഒരു സമയം കൊണ്ട് ചെറുതായിട്ട് മഴ പെയ്തു പെയ്യില്ലേ മഴ. ജസ്റ്റ് ലൈക്ക് എ വെതർ, എന്താ പീപ്പിൾ ചേഞ്ച് ജസ്റ്റ് ലൈക്ക് എ വെതർ എന്ന് പറയില്ലേ ഗൈസ്? അതുപോലെ വെതർ ഇപ്പോൾ പീപ്പിളിനെ പോലെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. മഴയുണ്ട്, വെയിലുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ചെരുപ്പ് അവിടെ അല്ലേ? എന്ത് ചെയ്യും അമ്മ? ഷൂ അതാ മഴയത്തിട്ടില്ലേ ഷൂ? പൊട്ടന്മാരെ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഷൂ തപ്പി പോവുകയാണ് കേട്ടോ. ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ചെരുപ്പ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതെ നമ്മുടെ ഷൂ നോക്കി നമ്മൾ നടക്കുവാണ് കേട്ടോ അല്ലേ മമ്മേ? അതെ. മഴ ഇപ്പം പോകൂടാ അല്ലേ? ഇപ്പം വെയിലിപ്പം വരൂടാ. പറ, വെയിലിപ്പം വരൂടാ. ചെരുപ്പിൻ്റെ അടുത്ത് നമ്മുടെ ചെരുപ്പ് അങ്ങനെ കാണുന്നുണ്ടമ്മേ, നല്ല കളറല്ലേ? അതെ. അല്ല ഈ മഴയത്ത് പിന്നെ വെള്ളം ഇട്ട് വരണോ? അപ്പം ഞാൻ തന്നെ വെള്ളം ഇട്ടിട്ട് വെക്കും. ഞാൻ ഇനി ഈ സോക്സ് ഇട്ട് എങ്ങനെയാണ് ഷൂ ഇടും എൻ്റെ മമ്മേ? നോക്ക്, പുത്തൻ ഷൂ എന്ന് ആരെങ്കിലും പറയോ? അവസ്ഥ. നമുക്ക് ഷൂ ഇടാൻ ഗൈസ്. വേണം DM-ല് വാ. അയ്യോ ഇത് മുല്ലയാണോ? ഇത് പിടിക്ക് ഗായ്സ്. നമുക്കിപ്പോൾ നമ്മുടെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം നമ്മുടെ സുൽത്താൻ ബത്തേരിയിലാണോ നമ്മളുള്ളത്. അപ്പം നമ്മളിത് അതാ മഴ കണ്ടോ, ഇപ്പം തന്നെ മഴ ഗായ്സ്. ഗായ്സ് എന്ത് രസമല്ലേ ഈ റോസപ്പൂവ് കാണാന്? നല്ല രസമല്ലേ? ഫോട്ടോ എടുത്താൽ അത് ഒന്നും പറിച്ചിട്ട് എൻ്റെ തലയിൽ വെച്ച്. അടിപൊളി. എൻ്റെ തലയിൽ അതുള്ളത് മതി. നമുക്ക് പോകാം ഗായ്സ്. നമ്മളിത് മഴയത്ത് നിന്ന് രക്ഷപ്പെട്ട് എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നതിനി? പോവാണോ? ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിത് ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ എൻട്രൻസ് ആണ് ഗായ്സ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ മോസ്റ്റായിട്ട് ഗുമ്പ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സാധനങ്ങൾ വാങ്ങാനുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് കാണാം. സോ ഗായ്സ് ലെറ്റ്സ് ഗോ. ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ അസംഷൻ ചർച്ചിൻ്റെ അടുത്തേക്ക് നമ്മളങ്ങനെ ലാസ്റ്റ് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മെഴുകുതിരി നേർന്നിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ എനിക്ക് മെഴുകുതിരി കത്തിക്കണം എന്നുണ്ട്. അമ്പാ ഇവിടെയും വെയിലാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കുമായിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ പങ്ക. അമ്മ നമുക്ക് പോയിട്ട് കത്തിച്ചിട്ട് തരാം മെഴുകുതിരി. ഇവിടെ ഇരിക്കാനാണോ? ഇവിടെ ഇരിക്കാൻ നനവാ. വെള്ളമുണ്ട്. അപ്പം നമുക്ക് മെഴുകുതിരി കത്തിച്ചേച്ച് വരാം. വാ ഗൈസ്. മാധവൻ്റെ അടുത്തേക്ക് പോവാം. ഇതുണ്ടോ? അതെ, നമ്മളിപ്പോൾ ചർച്ചിൽ കയറുന്നില്ല പറഞ്ഞ പോലെ. നമുക്ക് എന്ത് ചെയ്യാം, മാതാവിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. അയ്യോ ഞാൻ ചെരുപ്പിൻ്റെ വള്ളി കെട്ടിപ്പോയി ഗൈസ് ഷൂവിൻ്റെ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, മസ്റ്റ് നമുക്ക് ഷൂ കെട്ടഴിക്കണം ഗൈസ് ഇല്ലേ വാങ്ങ? അതെ. അപ്പം നമ്മൾക്ക് പോകാം. വാ. മെഴുകുതിരി അവിടെ കുറച്ച് പേര് കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കയറി ചെല്ലാം. ഇതേ ഗായ്സ് അവർ വരുന്നുണ്ട്. പോവാം. അപ്പോൾ അതെ നമുക്ക് ഗായ്സ് ഞാൻ മാതാവിൻ്റെ അടുത്ത് മെഴുകുതിരി നിറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കയറി പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കിനി ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ചു വിടണം ഗായ്സ്. അങ്ങനെ നമ്മളിത് ഷൂ അഴിച്ചു.
അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് നമ്മുടെ മാതാവിൻ്റെ അടുത്ത് നമ്മളിതേ ഗായ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി മെഴുകുതിരി കത്തിക്കാൻ. അപ്പോൾ ഒരു ബുക്കും കൂടിയുണ്ട്. എനിക്ക് ആ ബുക്കിൽ എൻ്റെ ആഗ്രഹം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് മാതാവിനോട് ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെഴുകുതിരി കത്തിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഞാനിപ്പോൾ നമ്മുടെ ക്യാൻഡിൽസ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ നേർന്നത് എത്രയാണോ അത്രയാണ് ഞാനിതിപ്പോൾ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോസ്റ്റായിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗായ്സുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മോസ്റ്റായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ മോസ്റ്റായിട്ട് നമ്മുടെ പ്രാർത്ഥനയൊക്കെ എൻ്റെ മാതാവ് കേൾക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിനി പോകാനില്ല. നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴയും വരുന്നുണ്ട്, കയ്യിൽ കുടയില്ല, അവസ്ഥയാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പോകാൻ നോക്കാം അല്ലേ. കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബുക്ക് ഇരിപ്പുണ്ട്. ആ ബുക്കിൽ എനിക്കൊരു കാര്യം കൂടി എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം എഴുതിയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ആഗ്രഹം അല്ലേ അമ്മേ? അതെ, മോസ്റ്റ് ആഗ്രഹം ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മാതാവിനെ അല്ലേ അമ്മേ? എൻ്റെ മാതാവ് അത് കേൾക്കും, എനിക്കറിയാം. അപ്പോൾ അതെ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ അടുത്ത പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബത്തേരിൻ്റെ സെൻട്രൽ പോർഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെയൊക്കെ വ്ലോഗ് എടുത്തിട്ടുള്ള ഗൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ വെയിലത്ത് നിന്ന് വേഗം രക്ഷപ്പെടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ലേ മൈ ചക്കര, മൈ സ്വീറ്റ് ഹോട്ട്, മൈ ഇന്ത്യൻ മോം പോലെ. ഗായ്സ് നമ്മൾ കുട വാങ്ങാൻ പോവുകയാണ്. എനിക്കിതാ ഇഷ്ടമായി റെയിൻബോ. 250 റുപ്പീസ് ഗായ്സ്. 200 ഉള്ളൂ കേട്ടോ. മമ്മക്ക് ഇഷ്ടമായതല്ലേ, മമ്മ എടുക്കട്ടെ. എനിക്ക് മഞ്ഞ ഇഷ്ടമായല്ലോ. എനിക്ക് ബലൂൺ ഇഷ്ടമായി. എനിക്ക് ബലൂൺ ഉത്സവപ്പറമ്പിലൊക്കെ വാങ്ങുന്ന വലിയ ബലൂൺ പോലെ ഉള്ളത്. ഞാൻ പറയുന്ന ആരും കേൾക്കില്ല അല്ലേ? പങ്കിളിക്കാതെ ഇഷ്ടമായിരുന്നു പറ. ഇന്ന് എല്ലാവർക്കും ആളാം വിധം കൂടെയാ. നിങ്ങൾക്ക് 3 പേർക്ക് ഓരോന്ന് വേണ്ടല്ലേ? ശരിക്കും കുട എനിക്ക് വെയിലും മഴയുള്ള നോർമലോട് എടുക്കട്ടെ ഏതായാലും. അത് മതി അത് മതിയോ? ഇത് മതി. മഞ്ഞ എടുത്ത മഞ്ഞ എടുത്തില്ല. മഞ്ഞ വേണോ? മഞ്ഞ നല്ല ഹൈലൈറ്റ് അമ്മ കളറ്. എനിക്ക് മഞ്ഞ മതി. എന്റെ ദൈവം ഇത് രസമില്ലെന്ന്. രസമുണ്ട്. മഞ്ഞ എടുക്കാടാ. ഇതിനൊക്കെ അതെ സിംഗിൾ കളർ വേണ്ട. എല്ലാം 250. സിംഗിൾ കളർ വേണ്ട. സിംഗിൾ കളർ കലവില അല്ലെങ്കിൽ ഇത് എടാ മഞ്ഞയാണ്. അയ്യേ ഭയങ്കര നൈറ്റ് എടുക്കാണല്ലോ ഇങ്ങനത്തെ ചപ്പരി. അത് തന്നെ ഏറ്റവും നല്ലത് ഇത് എടുക്കുന്നേ അമ്മ, കാരണം ഇത് റെയറാണ്. അതെയോ? അമ്മ അത് വേണോ മഞ്ഞ വേണോ അമ്മ? ഇത് രണ്ടും ഒരേപോലെ ഉണ്ട്. എന്നാ ഇതെടുക്കാം. ആ പൈങ്കിളിക്ക് അതാ ഇഷ്ടം. അങ്ങനെ 2 പുതിയ കുടകൾ. ഇത് ഞാൻ മമ്മിക്ക് കൊടുക്കും. അയ്യോ അമ്മച്ചീന്റെ കുട ചൂടി പോവാ. അല്ലെങ്കിൽ എന്റെ അമ്മച്ചി അല്ല അമ്മച്ചി. അമ്മക്ക് PP ഉള്ള കുട മതിയായിരുന്നു. അത് നമുക്ക് വാങ്ങാം. ഞാൻ മേടിക്കണ്ട കേട്ടോ. കുറച്ച് LKG പോകുമ്പോ വാങ്ങാം. അതെ ഇപ്പൊ UKG-ലാണ്. അതെ കുട കൈ പിടിക്കാൻ പോവാ. കുട ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മേ കുട നിവർത്തി. ഇത് എന്റെ കുട ആയതുകൊണ്ട് അത്ര രസം. പാവ ചേട്ടനെ കുടനുള്ളിൽ വെച്ച് കൊണ്ട് കൊടുക്കട്ടെ. പറയുന്നത് കേക്കണ്ടേ? മുഖത്ത് കണ്ടാ റോഡിലൂടെ ആണോടാ നടന്നു പോകുന്ന, വഴിക്കൂടെ ആണോടാ നടന്നു പോകുന്ന ചോദിക്കണം. മമ്മ പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മള് പോവാ. പുതിയ കുട പിടിച്ച് നമ്മള് പോവാണ്. നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. കട മാറ്റിയിട്ട് പുതിയ കട ആക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് വരുമ്പോൾ ഈ കട ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കടയൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളത് വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തക്കാളി അതൊക്കെ വാങ്ങുന്നുണ്ട്. ഓക്കെ അവറ്റുണ്ട് സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏത് കടയിൽ ചെന്നാലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ്. പക്ഷെ നമ്മൾ കടക്കാരെ കാണിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെ നമ്മളൊരു പുതിയ കടയിൽ കയറി. അപ്പോൾ ഒരു ഷർട്ട് കൊണ്ട് എനിക്ക് ഇഷ്ടമായി. ഞാനത് എടുക്കാൻ നോക്കാം. അമ്മ ഇടുന്നുണ്ടോ അമ്മേ? ഇതൊന്ന് എടുത്തു തരുമോ?
കുഞ്ഞാച്ചി ആദ്യം അമ്മയ്ക്കാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഡാരി എടുക്കുന്നത് കണ്ടില്ലേ? ഡയാന ഇങ്ങനെ തന്നെയാണ്. പിടിച്ചേ എന്തെങ്കിലും പറയണോ? ചുണ്ടുണ്ട് അവിടെ. പൈങ്കിളി നീ എന്താ കാണിക്കുന്ന പൈങ്കിളി? അതിനൊക്കെ എത്രയാ? ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന കാണിച്ചു കൊടുക്കട്ടെ. ഗായ്സ് നോക്ക് എന്നൊക്കെ കണ്ടാലാ. എനിക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് അറിയത്തില്ല, മോസ്റ്റായിട്ട് ഇഷ്ടമായി. ഞാനിത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഗൈസ് ആക്ച്വലി ഞാനിത് കാണുന്നത്. അപ്പം എന്തായാലും ആരും കാണാതെ കടന്നൊരു ഷർട്ടായിരുന്നു. പക്ഷേ ഡയാന പക്ഷെ എനിക്കിതാ ഇഷ്ടമായത്. അയ്യേ ലാവൻഡർ ഇത് നല്ല രസമുണ്ട്. നിങ്ങൾ മൂന്നുപേരുന്ന് ഓരോന്ന് എടുത്തോ. അത് മതിയില്ലേ? ഒന്ന് എടുക്കോ ഗായ്സ്. അപ്പൊ ഇവിടെ വയലറ്റ് ഷർട്ടും ബ്രൗൺ ഷർട്ടും ഗ്രീൻ ഷർട്ടും അവിടെ മടക്കുന്നു. അപ്പൊ ഞങ്ങൾ മൂന്നുപേര് ഷർട്ട് എടുത്തു. അമ്മയ്ക്ക് ആകാൻ കയറിയിട്ട് ഞങ്ങൾ മൂന്നുപേരുടെ ഡ്രസ്സ് എടുത്തത്. അടിപൊളി 3 ടോപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഐ ആം സോ ഹാപ്പി ഗൈസ്. ഇപ്പൊ എവിടെ പോയാലും കുറെ ഡ്രസ്സ് കിട്ടുന്നുണ്ട് അല്ലേ മമ്മ? അല്ലേ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? മമ്മയ്ക്കല്ലേ എനിക്ക്. അപ്പൊ എന്തായാലും 3 ടോപ്പ് നമുക്ക് ഐശ്വര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അമ്മയ്ക്കും അമ്മച്ചിക്കും ഡ്രസ്സ് വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പ് ഇഷ്ടമായി മമ്മ. പക്ഷെ ഞാൻ ഈ തല പോയി കഴിഞ്ഞിട്ടില്ല. ഇടില്ലല്ലോടാ. ഇതെന്താ ഈ പാന്റിന് എത്രയാ? ഇങ്ങനത്തെ ഈ പാന്റിന് 200 വന്നു. വേണോ ഗായ്സ്? അങ്ങനെ നമുക്ക് പൂച്ചക്കുട്ടന്മാർക്ക് മീൻ വാങ്ങാൻ വേണ്ടി കടയിൽ കയറിട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വെറുതെ സൊറ പറഞ്ഞോണ്ടിരിക്കും ഗായ്സ്. ഞങ്ങൾ പറയുമായിരുന്നു ഈ മീനുകളെല്ലാം ഓരോ കിലോ വീതം വാങ്ങാം, എല്ലാം 1 കിലോ വാങ്ങാം, എന്നിട്ട് വേഗം കുഞ്ഞേച്ചി വാങ്ങാം, കുഞ്ഞേച്ചി വാങ്ങുക. എന്നാ കുഴപ്പമില്ല, ഞാൻ വേഗം ഇതിന് മണക്ക് ഏതൊരു മീനെടുത്ത് മണക്കുക. അട്ട് ബോധം കെട്ടി വീഴുക. ബോധം കെട്ടി വീണു. അവിടെ മുഴുവനും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം എന്ന് പറയാ. എന്താ പൊട്ടാ ഒന്നും അറിയത്തില്ല. നമുക്ക് മീൻ വായിട്ട് വേഗം സ്ഥലം വിടാം. കുറെ നേരമായി സ്ഥലം എടുത്തു, ഇതുവരെ സ്ഥലം വിട്ടു. ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ കടയിൽ വന്നതാണേ. ഇവിടെ ചിലരൊക്കെ കാണിക്കുന്ന ഓരോന്നോ കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക് ഗൈസ്? അങ്ങനെയാണ് ഓറോയി ഓറോയി. നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ വാങ്ങാം ഗായ്സ്. അപ്പം അമ്മയും വാവാറ്റും ഇവിടെ 1 കിലോ ഉള്ളി 1 കിലോ പയറും സാധനങ്ങളൊക്കെ വാങ്ങുവാണ്. മറ്റേ കഥ പറയാൻ തുടങ്ങും. കഥ പറയാൻ സമ്മതിക്കില്ല. അപ്പം ഞാനും ഭയങ്കര അങ്ങനെ ഇതേ ഷോപ്പർ പിടിച്ചു പോവാം. എൻ്റെ ഗായ്സ് ആ കുക്കി ഷോപ്പിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു സീബ്ര ക്രോസിംഗ് വേണം. അവിടെ ട്രാഫിക് പോലീസ് അടക്കം നിൽപ്പുണ്ട്. എന്നിട്ടോ വണ്ടികളെല്ലാം കൂടി ഞങ്ങൾ ഇടിക്കാൻ വരെ 3 വർഷം ഞാൻ അതിലേ ക്രോസ് ചെയ്താൽ. എന്നിട്ട് ഇപ്പോഴും അതിന് ഒരു മാറ്റവും ഇല്ല ഗൈസ്. എല്ലാ സ്കൂൾ പിള്ളേരും എല്ലാവരും അതിലെയാണ് ക്രോസ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ട്രാഫിക് എപ്പോഴും വണ്ടികളാണോ നിർത്തി തരണ്ടെന്ന് പോകാൻ വേണ്ടി അല്ലെ? അവിടെ സീബ്ര 2 സെക്കൻഡിൽ നിർത്തരാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാണ് വണ്ടിക്കാർക്കൊക്കെ. അവിടെ നിന്നാ പിന്നെ ഇത് ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, ഒന്നൊന്ന് രക്ഷിക്കാൻ വരണ്ടേ? ആ സത്യം. നമ്മൾ സ്വന്തം നോക്കിയാലോ ഹീറോ അങ്ങ് മാറി നിൽക്കുന്നു പറയാം എന്നോട്. അത് എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു. ഇനി ഷോപ്പർ ഒന്ന് ഇവിടെ പിടിച്ച് ഇനി അവർ സാധനങ്ങൾ വാങ്ങിയിട്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇയാൾ ചെവി പൊട്ടിക്കാൻ മനുഷ്യണ്ടായിരുന്നു. സത്യം. നമ്മളോട് ഒന്നിട്ടല്ലേ ഇടവങ്ങ. ഓടി ബസ്സിൽ കയറി ഗൈസ്. ബസ് പോയായിരുന്നു എന്തായാലേ ഇടയ്ക്കുന്ന ഓട്ടോന്റെ ഒക്കെ ഇടയ്ക്കുന്ന പകലിട്ടിരുന്ന് മുട്ട ചമ്മന്തി ആയാലും ഗൈസ്. അങ്ങനെ നമ്മള് സ്ത്രീ സംരക്ഷണമല്ലോ എന്താ പ്രിയദർശിനി കയറിയില്ല ഗൈസ്. നമ്മൾ ഇതുവരെ പ്രിയദർശിനി കയറിയിട്ടില്ല. എനിക്ക് വിഷമമുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും കയറണമെന്നുണ്ട് പറ്റേ അല്ലേ? അങ്ങനെ നമ്മളിതേ പോവാണ്. ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ ആളൊന്നും ഇല്ല കേട്ടോ. ബസ് എടുത്തിങ്ങ് വന്ന സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ എത്താനായപ്പോഴാണ് ബസ് കണ്ടത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പാപ്പളശ്ശേരി ബസ്സാണ്. പാപ്പളശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ഈ ബസ് നിർത്തിയിടുന്നത് അല്ലേ നമ്മൾ? നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകണം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇതേ വീട്ടിലേക്ക് പോവാണ്. ബസ്സൊക്കെ കയറി ഞാനൊരു ചെറിയ നാപ്പ് എടുത്തു. പക്ഷേ എങ്കിലും ബസ് വളയുന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മയാണേലോ അമ്മ ഇരുന്ന് ഉറക്കാം, ഞാനും ഇരുന്ന് ഉറക്കാം. ഞങ്ങൾ രണ്ടുപേരും ഉറക്കായിരുന്നു. ഭാവിത്തിന് ഞാൻ വീടില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ പോവാണ്. നമ്മൾ ഹലോ പ്ലീസ്. ഹലോ
പുറത്ത് മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു മഴയൊക്കെ പെയ്തായിരുന്നു ഗൈസ് മോസ്റ്റായിട്ട്. ഓ ഞാനോർത്തു പിന്നെ വേഗം വന്ന് ഗ്ലാസ്സൊക്കെ അവർ അടച്ചായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഉറങ്ങിയിട്ട് ഉറക്കം വന്നിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഉറക്കം നമ്മൾ ഉറക്കത്തിൻ്റെ ആൾക്കാരാണ്, എപ്പോൾ വേണേലും ഉറക്കം വരും അങ്ങനെ. പിന്നെ നമ്മളങ്ങനെ മോസ്റ്റായിട്ട് നമ്മൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, നമ്മുടെ കാടായ വീട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഏത് പിടിക്കാൻ പോലുള്ള ശക്തിയില്ല പറ്റയ്ക്ക്. പിടിച്ചില്ലേ ഇതല്ലേ സഹായിക്കുന്ന് പറഞ്ഞ് വരുന്നവരോട് ഞാൻ എന്താ പറയുക പാവല്ലെന്ന് ഓർത്ത് സമ്മതിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മളിത് ഇവിടെ നല്ല മഴ പെയ്തു തോന്നുന്നു ഗൈസ്. നമ്മളിത് അതെ മോസ്റ്റ് മഴയായിരുന്നു. ചേട്ടനെ ഞങ്ങൾ വിളിച്ചു പോലില്ല, അല്ലെങ്കിൽ ചേട്ടൻ വന്നു നിന്ന് കഴിഞ്ഞു. എന്താ ആണോ? നല്ല കാര്യം. അയ്യോ ആണോ? എന്റെ നോക്കല്ലേ പാവം തോന്നുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചോറ് അതല്ലേ ഞങ്ങള് ദേഷ്യല്ലേ ഫോണിലെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നല്ലേ. നോക്കുമ്പോ 1 മണി ആയപ്പോഴും എല്ലാരും പോവുക. ഗായ്സ് അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിടണം, കുറെ പരിപാടികളാണ്. അപ്പൊ നമുക്ക് വീട്ടിലൂടെ വീണ്ടും കണ്ടുമുട്ടാം ഗായ്സ്. എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്. നമുക്ക് കുട്ടൂസിന്റെ ലൈക്കാർഡ് എടുത്തു കേട്ടോ. എൻ്റെ ഡേമി കുഞ്ഞ് ചിലപ്പോൾ നമ്മുടെ മേത്തേക്ക് പീ ചെയ്യും കേട്ടോ. അവന് സ്നേഹം കൂടി അവൻ അങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ കുട്ടി ഓ ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണുപ്പ്, ഇത്ര നേരം ഒരു ആവിയായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റായിട്ട് അടുത്ത സൂപ്പർ കാണാൻ ഗൈസ്. എല്ലാവർക്കും ബൈ 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 ബൈ. സുഭദ്ര സന്തതി പ്രദ കരയും സിംഹവാഹന സിംഹമിത്യ